പണമുള്ള ആളുകളും സ്വാധീനമുള്ള ആളുകളും അവരെ മക്കളും മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ആ തോന്നൽ, വാർദ്ധക്യവും അതിൻ്റെ ഒരു അവശതയും ഒന്നും വകവെക്കാതെ സോനം വാചക് എന്നൊരു മനുഷ്യന് അങ്ങ് ഡൽഹിയിൽ നിരാഹാര സമരം കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. 20ൽ പരം വിദ്യാർത്ഥികൾ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മളെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ അവരെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അങ്ങ് സമരം ചെയ്യുകയാണ്. ആ വിദ്യാർത്ഥികളുടെ ആ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്ന അവിടുത്തെ രാഷ്ട്രീയക്കാരും അവിടുത്തെ സമ്പന്നരായ ആളുകളും നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലം അങ്ങ് മാറിപ്പോയി. ഇത് ഇന്ത്യയാണ്. ഇവിടെയുള്ള ജനത ഇതിനെതിരെ പ്രതികരിക്കും. അതിന് 100% ഉറപ്പാണ്. അതിനുള്ളൊരു തെളിവും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ ഒരു ചോദ്യം മുനകൾക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറൊക്കെ ചോർത്തുക എന്നത് വെച്ചാൽ അത് ഏറ്റവും വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഈ ഒരു കുറ്റകൃത്യം ചോദ്യം ചെയ്യുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും മൗലിക അവകാശമാണ്. ആ ഒരു സമരത്തെയാണ് ഈ നിലക്ക് അടിച്ചമർത്തിയിട്ട് ഇല്ലാതാക്കാൻ നോക്കുന്നത്. ആ ഒരു കുറ്റകൃത്യത്തിനെതിരെയാണ് ആ വിദ്യാർത്ഥികൾ മാന്യമായിട്ട് അങ്ങ് സമരം ചെയ്തത്. പോലീസാണെന്ന് പറഞ്ഞിട്ട് യൂണിഫോം ഇല്ല, ചെസ്റ്റ് നെയിം ബാഡ്ജ് ഇല്ല, അവിടെ വന്ന് ഗുണ്ടായുസം കാണിച്ചിട്ട് ലാത്തിയുടെ മുകളിൽ ആണി വരെ അടിച്ച് കയറ്റിയിട്ടാണ് ആ വിദ്യാർത്ഥികളെ ഈ കോലത്തിൽ തല്ലിച്ചതക്കുന്നത്. ഈ മക്കളുടെയൊക്കെ ഭാവി ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത്രയും വലിയൊരു ക്രമക്കേടുകളാണ് ഇപ്പം നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.